നീതി വൈകുന്നതും നീതി നിഷേധിക്കപ്പെടുന്നതെല്ലാം നാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവിയുടെ വക ഇതിനൊരു പുതിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. സാങ്കേതികവിദ്യ വൈകുന്നത് സാങ്കേതികവിദ്യ നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണെന്നാണ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ സ്വദേശീയ യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്നത്. സ്വദേശീയ യുദ്ധവിമാനങ്ങൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. 1984-ലാണ് ഇത് ആശയപരമായി രൂപീകരിക്കപ്പെട്ടത്. ആദ്യത്തെ വിമാനം 2001-ൽ പറന്നിട്ടും ഡെലിവറികൾ പിന്നെയും വൈകി. 2010-ൽ എയർഫോഴ്സ് അതിന്റെ ആദ്യ ഓർഡർ നൽകിയെങ്കിലും ഇത്ര നാളായിട്ടും അത് വിതരണം ചെയ്തിട്ടില്ല. ആദ്യത്തെ 40 വിമാനങ്ങൾക്കായി എയർഫോഴ്സ് കാത്തിരിക്കുകയാണെന്ന് എയർ ചീഫ് എ.പി. സിംഗ് പറയുന്നു. ആദ്യത്തെ വിമാനം 2001-ലാണ് പറന്നത്. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടെങ്കിലും ആദ്യത്തെ ഓർഡർ പ്രകാരമുള്ള 40 വിമാനങ്ങൾ തങ്ങളുടെ പക്കലിലേക്ക് ഡെലിവറി ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് എയർ ചീഫ് ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് കമ്പനിയാണ് തേജസ് നിർമ്മിച്ചത്. എന്നാൽ വ്യോമസേനാ മേധാവി അവരിൽ നിരാശനാണെന്ന് വ്യക്തം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 42 സ്ക്വാഡ്രണുകൾ വേണമെന്ന് കുറേ കാലം മുതൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഓരോ സ്ക്വാഡ്രണിലും ഏകദേശം 18 വിമാനങ്ങളാണ്. നിലവിൽ വെറും 30 സ്ക്വാഡ്രൺ ഉള്ളതിനാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഫയർ പവർ വളരെ കുറവാണ്. ഒന്നോർത്താൽ ഈ സമയം ഇന്ത്യയുടെ എതിരാളികൾ നേട്ടമുണ്ടാക്കുകയാണ്. അടുത്തിടെയാണ് ചൈന ഒരു സ്റ്റെൽത്ത് ജെറ്റ് അവതരിപ്പിച്ചത്. ബെയ്ജിംഗ് ഇതിനെ J-36 എന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല, ഇവ 6ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം ചൈനയിൽ നിന്ന് 5ാം തലമുറയിൽപ്പെട്ട ജെറ്റ് വിമാനങ്ങൾ പാകിസ്ഥാനും വാങ്ങുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ ജെറ്റ് വിമാനങ്ങളിൽ ഒന്നാണ് 5ാം തലമുറയിൽപ്പെട്ട ഫ്രഞ്ച് റഫേൽ പോർവിമാനങ്ങൾ. കൂടാതെ ഇതിൽ ചില മെച്ചപ്പെടുത്തലുകളും സാധ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയും 5ാം തലമുറ വിമാനം സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. ഇതിനായി 15,000 കോടി രൂപയാണ് 2024-ലെ ബജറ്റിൽ കേന്ദ്ര സർക്കാർ വകയിരുത്തിയത്. രണ്ട് വെല്ലുവിളികളാണ് ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി നിർമ്മിക്കുന്ന പോർവിമാനങ്ങളിൽ നേരിടുന്നത്. അതിലൊന്ന് അതിന്റെ ഗുണനിലവാരവും മറ്റൊന്ന് എത്രത്തോളം വിമാനങ്ങൾ ഇന്ത്യക്ക് തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതുമാണ്. സാധാരണയായി ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യ പുറത്തുനിന്നുമാണ് പോർവിമാനങ്ങൾ വാങ്ങിയിരുന്നത്. റഷ്യയ്ക്കും യുഎസിനും സ്വന്തമായി ഇത്തരം ജെറ്റ് വിമാനങ്ങളുണ്ട്. എന്നാൽ ഈയിടെയായി ഇറക്കുമതിയിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇത് നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ആശ്രയിക്കാതെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പു നൽകുന്നു. സ്വന്തമായി ജെറ്റുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങുന്നതും. അതിനാൽ വ്യോമസേനാ മേധാവി ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ സ്വകാര്യ നിർമ്മാതാക്കളെ പ്രവേശിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ യുക്തി വളരെ ലളിതമാണ്. നഷ്ടമായ സമയപരിധിയെക്കുറിച്ച് നിർമ്മാതാക്കൾക്ക് ബോധമുണ്ടാക്കി കരാറുകൾ നഷ്ടപ്പെടുമെന്ന ഭയം അവരിൽ ജനിപ്പിച്ചാൽ മാത്രമേ കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാനാകുകയുള്ളൂ. നിർഭാഗ്യവശാൽ നിലവിൽ കാര്യങ്ങളുടെ ഗതി അങ്ങനെയല്ല. ഇന്ത്യയിൽ നൂതന ജെറ്റുകളിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വെർച്വൽ കുത്തകയാണ്. അത് മാറ്റാൻ സമയമെടുക്കും. അത് എളുപ്പമോ ചെലവ് കുറഞ്ഞതോ ആയിരിക്കില്ല. സ്വാശ്രയത്തിന് ചെലവ് വരുമെന്ന് താൻ പറഞ്ഞതായി വ്യോമസേനാ മേധാവി സമ്മതിച്ചു. അത് ചിലപ്പോൾ എയർഫോഴ്സിന് സാങ്കേതികവിദ്യ നാട്ടിൽ നിന്ന് വാങ്ങാൻ കൂടുതൽ ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ഇത് കാര്യക്ഷമമായി ചെയ്യുന്നതിന് വിതരണക്കാരെ ആവശ്യമാണ്. നിലവിൽ 300-ലധികം സ്വകാര്യ പ്രതിരോധ സ്ഥാപനങ്ങളും 14,000 ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുമുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തിന്റെ 22% സ്വകാര്യ കമ്പനികളായിരുന്നു. 8 വർഷത്തെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ ചൈനയും പാകിസ്ഥാനും വർദ്ധിച്ച സൈനികവൽക്കരണം മൂലം ഇന്ത്യക്ക് സുരക്ഷാ ആശങ്കകളുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് സംഖ്യകൾ മാത്രമല്ല, സാങ്കേതികവിദ്യ പോലും വളരെ വേഗത്തിൽ വളരുകയാണ്. 1950-കളിലും 60-കളിലും ചൈന ഇന്ത്യയേക്കാൾ പിന്നിലായിരുന്നു. ഇന്നവർ 6ാം തലമുറ ജെറ്റുകൾ നിർമ്മിക്കുന്നു. അവർക്കതിന് കഴിയുമെങ്കിൽ ഇന്ത്യക്കും കഴിയും. വ്യോമസേനാ മേധാവിയുടെ മുന്നറിയിപ്പ് ഒരു ഉണർത്തുവിളിയായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം.